അങ്ങനെ ഗാംഗ്രിയയിൽ ഗുരുദ്വാരയിൽ നിന്ന് നമ്മൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു. അതിനുശേഷം വാലി ഓഫ് ഫ്ലവേഴ്സ് കാണാനായിട്ട് പോവാണ്. പിന്നെ കയ്യിൽ കുറച്ച് വെള്ളവും ലഘുഭക്ഷണങ്ങളും പിന്നെ റെയിൻ ജാക്കറ്റും ഒക്കെ കരുതിയിട്ടുണ്ട്. ഇടയ്ക്ക് മഴ പെയ്യും. ഇവിടുന്ന് ഏകദേശം 4 കിലോമീറ്റർ, അതായത് 3000 അടി പൊക്കത്തിലേക്ക് നമ്മൾ ട്രക്ക് ചെയ്ത് വേണം വാലി ഓഫ് ഫ്ലവേഴ്സിലേക്ക് ചെല്ലാനായിട്ട്. വാലി ഓഫ് ഫ്ലവേഴ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് ആരും സൃഷ്ടിച്ചതോ കണ്ടുപിടിച്ചതോ ഒന്നുമല്ല. ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുന്നേ തന്നെ ഹിമാലയത്തിൽ നിലനിൽക്കുന്ന ഒരു പ്രകൃതിദത്തമായ ഒരു താഴ്വരയാണ്. ഇതിന് ലോകത്തിന് പരിചയപ്പെടുത്തി കൊടുത്തത് 1931 ബ്രിട്ടീഷ് പർവ്വതാരോഹനായ ഫ്രാങ്ക് എസ് സ്മിത്താണ്. അദ്ദേഹമാണ് ഈ താഴ്വരയ്ക്ക് വാലി ഓഫ് ഫ്ലവേഴ്സ് എന്ന പേര് നൽകിയത്. അദ്ദേഹം എഴുതിയ ഒരു പുസ്തകത്തിലൂടെയാണ് പിന്നെ ഇത് ലോക പ്രശസ്തമായത്. ഇദ്ദേഹത്തിന് മുൻപേ തന്നെ ഇവിടുത്തെ പ്രാദേശിക ഗ്രാമവാസികൾക്കും ഇവിടുത്തെ ആട്ടിടയന്മാർക്കും എല്ലാം ഈ താഴ്വരയെക്കുറിച്ച് നല്ലപോലെ അറിയാമായിരുന്നു. കല്ലുകൾ പാകിയ മനോഹരമായ പാതയാണ്. ഈ വഴി നമ്മൾ പോകുന്നത്, ഈ പാലം കയറി പോകുന്നത് നേരെ പോകുന്നത് വാലി ഓഫ് ഫ്ലവേഴ്സിലേക്കാണ്. അങ്ങനെ നമ്മൾ ഫുലോംഗി ഘാട്ടി വാലി ഓഫ് ഫ്ലവേഴ്സിലേക്ക് 4 കിലോമീറ്റർ ഉണ്ടോ. കല്ലുകളൊക്കെ ഇങ്ങനെ ഇളകി കിടക്കുകയാണ്. വഴി കണ്ടോ, കാട്ടുവഴിയാണ്. ഓരോ മലകളും ഇങ്ങനെ ചുറ്റി വേണം നമ്മൾ പോകാനായിട്ട്. ഇവിടെ ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ട്. ഇവിടെ നമ്മൾ പൈസ അടയ്ക്കണം. വാലി ഓഫ് ഫ്ലവേഴ്സിൻ്റെ ഗൈഡാണ്. ഓരോ പൂക്കളെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. ഒരുപാട് പൂക്കളുണ്ട്, കാട്ടുപൂക്കൾ. ഇവിടെ നമ്മൾ പൈസ അടയ്ക്കണം, ടിക്കറ്റ് എടുക്കണം. നമ്മൾ പൈസ അടയ്ക്കാൻ പോകുന്നു ഇവിടെ. അങ്ങനെ നമ്മൾ ടിക്കറ്റൊക്കെ എടുത്തിട്ടുണ്ട്. ടിക്കറ്റൊക്കെ എടുത്ത് നമ്മൾ വീണ്ടും യാത്ര തുടരുന്നു. പിന്നെ വാലി ഓഫ് ഫ്ലവേഴ്സിലേക്ക് നടക്കുകയാണ്. അല്ല, കാട്ടുപൂക്കൾ ഒരുപാട് നിൽപ്പുണ്ട് വഴിയിലൊക്കെ. പലതരത്തിലുള്ള ചെടികൾ, പലതരത്തിലുള്ള പൂക്കൾ, നമ്മുടെ നാട്ടിലൊന്നും കാണാത്ത തരത്തിലുള്ള ചെടികളും പൂക്കളും ഒക്കെയാണ് വഴിയിൽ. ഇതിവിടെ ഒരുപാട് വൈൽഡ് ആനിമൽസ് ഉണ്ട് ഇവിടെ. അതിൻ്റെ ചിത്രങ്ങളാണ് കാണിച്ചിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ 6 മണിക്ക് മുന്നേ വെളിയിൽ ഇറങ്ങണമില്ല. അല്ലെങ്കിൽ ഇവിടെ കരടി ഇറങ്ങും. ഇപ്പോൾ 6 മണി സന്ധ്യയായി കഴിഞ്ഞാൽ ഇവിടെ കരടി ഇറങ്ങാം. അതുകൊണ്ടാണ് അവർ പറഞ്ഞിരിക്കുന്നത്. ഇത് പല പൂക്കളുണ്ട് ഇവിടെ. പിന്നെ പ്രധാനപ്പെട്ടത് ബ്ലൂ പോപ്പിയാണ്. പിന്നെ പ്രിംറോസ്, അനിമോൺ, ജെറാനിയം, കോബ്ര ലില്ലി, അങ്ങനെ പലതരത്തിലുള്ള കാട്ടുപൂക്കളാണ്. ഓരോ ആഴ്ചയും വ്യത്യസ്തമായ പൂക്കളാണ് വിരിയുന്നത്. അതുകൊണ്ട് വരുന്നവർക്ക് വ്യത്യസ്തമായ പൂക്കൾ കാണുവാനും സാധിക്കും. നമ്മൾ മുന്നേ കണ്ട മഞ്ഞപ്പൂക്കൾ വഴിയിൽ നീളം വിരിഞ്ഞു നിൽപ്പുണ്ട്. വഴികൾ കുറച്ച് ശ്രദ്ധിച്ച് നടക്കണം. കുറച്ച് കല്ലുകളും ഇളകിക്കിടപ്പുണ്ട്. അതുകൊണ്ട് വീണ്ടും മറ്റേ ആ മഞ്ഞപ്പൂക്കൾ കാണാം നമുക്ക്. ഇനി ഒരു കായ ഉണ്ടായി കിടപ്പുണ്ട്. നമ്മുടെ മാതള നാരങ്ങയുടെ ചെറിയ ഇതുപോലെ ഇരിക്കുന്നു. പക്ഷേ അത് കഴിക്കാനൊന്നും പറ്റില്ല, വിഷക്കായെന്ന് തോന്നുന്നു. പക്ഷെ കണ്ടു കഴിഞ്ഞാൽ കുഞ്ഞു മാതള നാരങ്ങ പോലെ ഇരിക്കും. കണ്ടോ, കിടക്കുന്നുണ്ടോ? അങ്ങനെ വീണ്ടും നമ്മൾ മുൻപോട്ട് നടക്കുകയാണ്. വഴിയിൽ വീണ്ടും ഒരുപാട് കാട്ടുപൂക്കൾ വിരിഞ്ഞു നിൽപ്പുണ്ട്. പല രീതിയിലുള്ള പൂക്കളാണ്, പല ചെടികളും ഉണ്ട്. ഈ വെള്ളപ്പൂക്കൾ ഒരുപാടുണ്ട് എപ്പോഴും. മുന്നേ കണ്ട ആ മഞ്ഞപ്പൂവാണിത്. കേട്ടോ, ഇത് ഏത് പൂക്കളാണെന്ന് എനിക്കറിയത്തില്ല. ഗൂഗിളിൽ നോക്കിയാൽ കറക്റ്റ് അറിയാൻ പറ്റും പൂക്കൾ ഏതൊക്കെയാണ്. പക്ഷെ ഭയങ്കര മനോഹരമായ പൂക്കളാണ് എല്ലാം. എൻ്റെ കൂടെ വന്നവരാണ് മുന്നേ നടന്നു പോകുന്നുണ്ടോ. അവന്മാർ നടക്കാൻ എളുപ്പമാണ്. കരടി ഉണ്ടെന്ന് എഴുതി വെച്ചിരിക്കുക. 4 മണിക്ക് മുന്നേ അവിടുന്ന് പോരണം. എന്നാലും നമുക്കൊരു 6 മണി 7 മണിയാകുമ്പോൾ ഇവിടെ ഇറങ്ങാൻ പറ്റുള്ളൂ. ഒരു മരത്തിൻ്റെ പുറത്തുണ്ട്. ഇതിൻ്റെ അകത്ത് കയറി ഫോട്ടോ എടുക്കേണ്ടവർക്ക്. ഇത് എന്നാ പറയുക, പൈൻ ട്രീ ആണെന്ന് എനിക്ക് തോന്നുന്നു. നോക്കിയില്ല. അങ്ങനെ മരത്തിൻ്റെ പൊത്തൊക്കെ കണ്ട ശേഷം വീണ്ടും മുന്നോട്ട് നടക്കുകയാണ്. വേറെ ടൈപ്പ് ഒരു പൂവാണിത് നിൽക്കുന്നുണ്ടോ. ഈ മനോഹരമായ കല്ലുകൾ പാകിയ വഴിയുടെ ഒരു വശത്തുകൂടി ഒഴുകുന്നത് പുഷ്പാവതി നദിയാണ്. ഇതിൻ്റെ വെള്ളം എന്ന് പറയുന്നത് മുകളിൽ നിന്ന് മഞ്ഞുരുകി വരുന്ന വെള്ളമാണ്. ഇതിൻ്റെ ശബ്ദം നമുക്ക് വാലി ഓഫ് ഫ്ലവേഴ്സ് വരെ കേൾക്കാൻ സാധിക്കും. കൂടാതെ ഇവിടെ ഒരുപാട് മരങ്ങളുണ്ട്. പ്രധാനമായും ഓക്ക് ട്രീസ്, പൈൻ ട്രീസ്, ബ്രിച്ച് ട്രീസ് എന്നിവയാണ് പ്രധാനമായിട്ട് നിൽക്കുന്നത്. ഈ മരങ്ങൾ തിങ്ങി നിറഞ്ഞ കാട്ടിൽ കൂടിയാണ് നമ്മൾ നടന്ന് വാലി ഓഫ് ഫ്ലവേഴ്സിലേക്ക് പോകുന്നത്. കൂടാതെ മഴക്കാലത്താണ് ഈ പ്രദേശങ്ങൾ കൂടുതൽ മനോഹരമായി കാണാറുള്ളത്. മഴക്കാലത്ത് പ്രത്യേകിച്ച് ഈ മുകളിൽ നിന്നുള്ള വെള്ളച്ചാട്ടങ്ങൾ കാണുവാൻ സാധിക്കും. ഇത് പാറക്കെട്ടുകളിലേക്ക് വീണ് പാറക്കെട്ടുകൾ നനഞ്ഞ് ഇങ്ങനെ കിടക്കും. കൂടാതെ ഈ പച്ചയായ പായലും
എല്ലാം പിടിച്ചുള്ള ഈ പാറക്കൂട്ടങ്ങളും എല്ലാം കാണാൻ വളരെ മനോഹരമാണ്. നമ്മൾ ഓരോ വളവുകൾ പിന്നിടുമ്പോഴും നമ്മളെ കാത്തിരിക്കുന്നത് ഓരോ വേറിട്ട അനുഭവങ്ങളാണ്. കൂടാതെ ഇവിടുത്തെ മരപ്പാലങ്ങൾ, മലഞ്ചെരുവുകൾ, ഒഴുകുന്ന അരുവികൾ, മഞ്ഞുമൂടിയ കൊടുമുടികൾ എന്നിവ നമ്മൾ ഈ വീഡിയോയിൽ കാണുന്നതിനേക്കാട്ടിലും അതിമനോഹരമാണ് നേരിട്ട് കാണുന്നത്. കൂടാതെ ഓരോ ആഴ്ചയും വിരിയുന്ന പൂക്കൾ മാറുന്നത് കൊണ്ട് എല്ലാ സന്ദർശകർക്കും വ്യത്യസ്തമായ അനുഭവങ്ങളാണ് നൽകുന്നത്. ഇതുകൊണ്ട് നമ്മൾ താഴേന്ന് കയറി വന്ന വഴിയാണ് കാണുന്നത്. നല്ല കുത്തനെയുള്ള വഴിയാണിത്. മുകളിലോട്ട് വീണ്ടും കയറുവാണ്. കയറി വാലി ഓഫ് ഫ്ലവേഴ്സിലേക്കാണ് ചെല്ലുന്നത്. നല്ല അതിസുന്ദരമായൊരു താഴ്വരയാണ്. ഇതുകൊണ്ട് നിങ്ങൾ കാണുന്നതാണ് വാലി ഓഫ് ഫ്ലവേഴ്സ്. ഇത് ഹിമാലയത്തിൻ്റെ ഹൃദയത്തിലാണ് നിൽക്കുന്നത്. അതായത് ചൈന ബോർഡറിലാണ് വരുന്നത്. ഏകദേശം കുറച്ചുകൂടി മുന്നോട്ട് പോകാനുണ്ട്. നമ്മളിനി വഴികൾ കിടക്കുന്നുണ്ടോ, സൂക്ഷിച്ച് നടന്നില്ലെങ്കിൽ താഴോട്ട് വീണ്ടും വീഴും. ഇവിടുന്ന് കുറച്ചുകൂടെ മുന്നോട്ട് നടന്ന് അവിടെ ചെറിയൊരു അരുവിയുണ്ട്. അരുവിയുടെ ഒരു പാലം കയറി അപ്പുറത്തോട്ട് പോകണം. ഈ പുറയിൽ കാണുന്നതാണ് വാലി ഓഫ് ഫ്ലവേഴ്സ്. ഇവിടുന്ന് കുറേ അങ്ങോട്ട് നടക്കാനുണ്ട്. ഈ പുഷ്പാവതി നദിയുടെ ഒറിജിൻ അവിടെ നിന്നാണ് തുടങ്ങുന്നത്. അതൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. ഞാൻ അവിടം വരെ ഒന്നും പോയില്ല. ഇവിടം വരെ നടന്നപ്പോൾ തന്നെ നമ്മൾ ഒരുപാട് ടയേർഡായി.